അങ്ങനെ നമ്മൾ ഹരിപ്പാടെത്തി, സഞ്ചാരി ബൈ ഷെഫ് പിള്ളെ. അപ്പം ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കാം. ശരിക്കും ഇതിന്റെ ഒരു സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ മെയിൻ ലോഞ്ച് ഇപ്പം ഈ മാസം തന്നെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഡേറ്റ്സിന്റെ കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല, അപ്പൊ ഉടനെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ സഞ്ചാരി ബൈ ഷെഫ് പിള്ളയിലേക്ക് ഒന്ന് കയറി നോക്കാം, അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഏരിയ. വലിയൊരു ഡൈനിങ് ഹാളാണ്. ലൈക്ക് ഇത്രയും വലിയൊരു സെറ്റപ്പ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഏരിയയിൽ വേറെ ഉണ്ടാവില്ല. അങ്ങനെ ഇനി നമുക്ക് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചുകൂടി നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഹരിപ്പാടാണുള്ളത്. ഹരിപ്പാട് നമ്മുടെ സുരേഷ് പിള്ളയുടെ, നമ്മുടെ ഷെഫ് പിള്ളയുടെ സഞ്ചാരി ബൈ ഷെഫ് പിള്ള ആ റെസ്റ്റോറൻറ്റിലാണുള്ളത്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ചെയ്ത വീഡിയോസിൽ ഏറ്റവും കൂടുതൽ റീച്ചും അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംതൃപ്തിയായ ആഹാരം കഴിച്ചതും RCP കൊച്ചിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇപ്പൊ ഇന്ന് ചൂസ് ചെയ്യാൻ കാര്യം. നമ്മൾ ഫിഷ് നിർമ്മാണത്തെ കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഫിഷ് നിർമ്മാണം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷാണ്, അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ വേണാട് പാൽക്കൊഞ്ചും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഷെഫ് പിള്ളയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് 10ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും പിന്നീട് BBC മാസ്റ്റർ ഷെഫ് പരിപാടിയിലും നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ബഹാമസിലെ ക്ലാസ് എടുത്തതുമായ നമ്മുടെ സെലിബ്രിറ്റി ഷെഫായ ഷെഫ് പിള്ളെ. അപ്പം ഷെഫ് പിള്ളയുടെ ജീവിത ചരിത്രവും അല്ലെങ്കിൽ പുള്ളി കടന്നു വന്ന സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് തുടങ്ങി ഇപ്പൊ കൊല്ലത്തെ വെയിറ്ററിൽ നിന്ന് വളർന്ന് ഇന്ന് എന്താ പറയാ, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ചിലപ്പോൾ കിട്ടുന്ന ആദ്യത്തെ ഫോട്ടോസ് വിരാട് കോഹ്ലി അല്ലെങ്കിൽ വലിയ വലിയ സെലിബ്രിറ്റി ക്രിസ് ഗെയിൽ തുടങ്ങിയവരുടെയൊക്കെ കൂടെ, അല്ലെങ്കിൽ പുള്ളി അത്ര ആ ഒരു ലെവല് വരെ വളർന്നു എന്നുള്ളതാണ്. പുള്ളിയുടെ ഒരു അയൽക്കാരനായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അപ്പം ഇതാണ് സുരേഷ് പിള്ള. ഇനി നമുക്ക് ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതൊരു സോഫ്റ്റ് ലോഞ്ച് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. ശരിക്കും ഇതിന്റെ ഇനാഗുറേഷൻ വരുന്നതേ ഉള്ളൂ, അത് ഉടനെ ഉണ്ടാവും. മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി ഈ മാസം തന്നെ ഉണ്ടാവും. അപ്പൊ അന്ന് നമ്മൾ വീണ്ടും ഇവിടെ വരുന്നതായിരിക്കും. എന്നാൽ ഇന്നത്തെ ആഹാരം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. മെയിനായിട്ട് നമ്മൾ ഫിഷ് നിർവ്വാണ നെയ്മീനിലാണ് പറഞ്ഞിരിക്കുന്നത്. നെയ്മീനിലും ഉണ്ട്, കരിമീനിലും ഉണ്ട്. നെയ്മീൻ തന്നെ പറഞ്ഞു. അത് കൂടാതെ വേണാട് പാൽക്കൊഞ്ചും പൊറോട്ടയും അപ്പവും പറഞ്ഞു. പിന്നെ ഡെസേർട്ടിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ വിട്ടുപോയി. ഉണ്ടെങ്കിൽ അതുകൂടെ ട്രൈ ചെയ്യാം. അപ്പം ഇനി ഫുഡിന്റെ വിശേഷങ്ങൾ കാണാം. ഇതൊരു പഴംപൊരി ചാറ്റാണ്. ചാറ്റുകൾ പലതും കഴിച്ചിട്ടുണ്ടെങ്കിലും ചാറ്റ് വരുന്നത് തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നാണല്ലോ. ഈ പഴംപൊരി ചാറ്റ് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറെ എന്തൊക്കെയോ സംഭവമാണെന്ന് തോന്നുന്നു, കഴിച്ചു നോക്കട്ടെ. ആ ഒരു ആദ്യം പറഞ്ഞ പോലെ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് പോലെ ഒരു ചാറ്റിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതേ ഒത്തിരി ടേസ്റ്റ് ഒക്കെ ആയിട്ട് ഒരു ചെറിയ ഏത്തക്കയുടെ ഒരു സ്വീറ്റ്നെസ്സും സംഭവമാണ്. അങ്ങനെ നമ്മുടെ വേണാട് പാൽക്കൊഞ്ച് എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യാം. ഇത്രയും വലിയ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ വന്നിരുന്നിട്ട് നമ്മൾ എന്തായാലും ഫോർക്ക് കൊണ്ടൊക്കെ കഴിക്കണമല്ലോ. ഇറ്റ് ഡിമാൻഡ്സ് ഇറ്റ്.
നിരാശയില്ല. അതിന്റെ ടേസ്റ്റ് അത്രയും കിടലുമാണ്. ഒന്നുകൂടി ട്രൈ ചെയ്തിട്ട് കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് പറയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. മൊത്തത്തിൽ ഒന്ന് കഴിച്ചു നോക്കാം. ഒരു എന്താ പറയാ, ശരിക്കും ഷെഫ് പിള്ളയുടെ ടേസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന കറികളുടെ ഒരു ടേസ്റ്റ് ഇല്ലേ, ഇപ്പം നമ്മുടെ വീട്ടിലെ കറികൾ നമ്മൾ വേറൊരു വീട്ടിൽ ചെന്നാൽ ആ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ എല്ലായിടത്തും ചില ടേസ്റ്റുകൾ നമുക്ക് ഇഷ്ടപ്പെടും. അതേപോലെ കൊച്ചിയിലായാലും ഇവിടെ ആയാലും ആ ടേസ്റ്റ് ഗ്യാരണ്ടിയാണ്. സൂപ്പർ. നമ്മുടെ സിഗ്നേച്ചർ ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഉണ്ട്, പൊറോട്ട ഉണ്ട്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഫിഷ് നിർവാണ ഉണ്ട്. അപ്പം നമുക്ക് അപ്പത്തിയും തുടങ്ങാം. അടിസ്ഥാനപരമായി പൊറോട്ടയാണ് ദേശീയ ഭക്ഷണമെങ്കിലും ഇത്തവണ പൊറോട്ട മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ക്യാമറയുടെ ഒരു നല്ല ക്രീമി ആയിട്ട് അതിന്റെ ഒരു മണം. ഇതൊന്ന് കഴിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ശരിക്കും ഒരു കറിക്ക് ഫിഷിനെക്കാട്ടി ടേസ്റ്റ് തോന്നുന്ന നിമിഷങ്ങളാണ്. മീനിന്റെ ഫ്രഷ്നെസിനെ കുറിച്ചൊന്നും പറഞ്ഞ് ഞാൻ അലമ്പുണ്ടാക്കുന്നില്ല. ഓഫ്കോഴ്സ് അത് ഭയങ്കര ഫ്രഷ് ആണല്ലോ. അപ്പം നമ്മുടെ നിർവാണയുടെ ഈ ഒരു ഗ്രേവി, ശരിക്കും ഇതിന്റെ മാജിക് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ ഈ ഒരു ഇതിനകത്തുള്ള സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി ടേസ്റ്റ് ആണ് ഇതിന്. അപ്പൊ പൊറോട്ട ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, അത്യാവശ്യം കിട്ടില്ല പൊറോട്ടയാണെന്ന് തോന്നുന്നു. ഞാൻ പൊറോട്ട കഴിപ്പ് നിർത്തിയല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പവും മീനും ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി വിശേഷം കേൾക്കാം. അങ്ങനെ നമ്മുടെ ഡെസേർട്ട് എത്തിയിട്ടുണ്ട്. ഇത് കുറച്ചുണ്ട് ഗുലാബ് ജാമുൻ ഫലൂഡയാണ്. ഇത് കുറച്ച് സമയം എടുക്കും തോന്നുന്നു. ഓൾറെഡി ഒരപ്പം, ഒരു പൊറോട്ട, നെമ്മീന്റെ അത്രയും വലിയ സൈസ് നെമ്മീൻ, കൊഞ്ച്, പിന്നെ ഒരു സ്നാക്ക്, മറ്റേ ചാറ്റ്, ഇതെല്ലാം കഴിച്ചു. എന്തായാലും ഇതിപ്പം എവിടെ നിന്ന് തുടങ്ങ. ആ ഒരു എന്താ പറയാ, ഒത്തിരി കാലമായി മധുരം എന്തെങ്കിലും കഴിച്ചിട്ട്, പക്ഷെ ഇത് കണ്ടപ്പോ കഴിക്കാതിരിക്കാൻ തോന്നിയില്ല. സംഭവമുള്ള എന്തായാലും ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ.